أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് വീട്ടുക, അതിൻ്റെ തർത്തീബുകൾ, അതിൻ്റെ ക്രമം, ഇതെല്ലാം വിശദീകരിച്ചു. ഇനി പറയാൻ പോകുന്ന അധ്യായം അസ്വബിയു വസ്സലാത്തു, കുട്ടിയും നിസ്കാരവും എന്നുള്ള വിഷയമാണ്. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം കുട്ടികൾക്ക് നിസ്കാരം കൽപ്പിക്കേണ്ടതുണ്ട്, അത് ഏതൊക്കെ വയസ്സിലാണ്, അവർക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളാണ്, കുട്ടികളുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മുമയ്യിസായ വകതിരിവുള്ള കുട്ടി 7 വയസ്സായി കഴിഞ്ഞാൽ അവന് നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ അവന് 10 വയസ്സ് തികയുകയാണെങ്കിൽ അവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കലും നിർബന്ധമാണ്. കാരണം ഇമാം അബൂ ദാവൂദ് സിജിസ്താനി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ പ്രമാണം. അതെന്താ ആ ഹദീസ്? മുറുസ്വബിയ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബൂഹു അലൈഹ. ഇതാണ് ഹദീസ്. എന്താണ് അതിൻ്റെ അർത്ഥം? മുറുസ്വബിയ ബിസ്വലാത്ത്, കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഗ 7 സിനീന, ആ കുട്ടിക്ക് 7 വയസ്സായാൽ. വഇദാ ബലഗ 10 സിനീന, ആ കുട്ടിക്ക് 10 വയസ്സ് തികയുകയാണെങ്കിൽ ഫദ്രിബൂഹു അലൈഹ, ആ നിസ്കാരത്തിൻ്റെ മേൽ അവനെ അടിക്കണം, അഥവാ ആ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവനെ അടിക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കൽപ്പന, ഇങ്ങനെ ഒരു ശറഅ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്? ഒരു കുട്ടി ഇതൊന്നും കൽപ്പിക്കാതെ അവന് പ്രായപൂർത്തിയായാലാണ് അവന് നിസ്കാരം നിർബന്ധമുള്ളൂ. അപ്പോൾ ഈ ടൈമിൽ 7 വയസ്സ് വകതിരിവ് കഴിഞ്ഞതിന് ശേഷം 7 വയസ്സിന് ശേഷം കൽപ്പിക്കാതിരിക്കുക, അതുപോലെ 10 വയസ്സ് അടിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നിർബന്ധ ഘട്ടമായ 15 വയസ്സോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുക, ഈ ഒരു ഘട്ടത്തിൽ അവനെ നിസ്കരിക്കാനുള്ള ആ ഒരു പെട്ടെന്ന് തന്നെ നിസ്കരിക്കുക എന്നുള്ള കാര്യം അവനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് അവനെ പരിശീലിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിനാണ് ഇവിടെ ശറഅ് ഇങ്ങനെ ഒരു നിയമം വെച്ചത്. അപ്പോൾ അതൊരു പ്രാക്ടീസായി കാണണം. ഒരു വലിയ ധർമ്മമാണ്, ഇസ്ലാമിലെ ഏറ്റവും അതിമഹത്തായ അല്ലെങ്കിൽ അതികഠിനമായ ഒരു അമലാണ് നിസ്കാരം. ആ നിസ്കാരം ഒരിക്കലും ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിന് പ്രാക്ടീസ് വേണം. അപ്പോൾ പ്രാക്ടീസാണ് 7 വയസ്സായാൽ കൽപ്പിക്കുക, 10 വയസ്സായാൽ അടിക്കുക എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പല കാര്യങ്ങൾക്കും പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാരെ എടുത്തു നോക്കിയാൽ അവർ പ്രധാനപ്പെട്ട കളി കളിക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്തിട്ടാണ് കളിയിലേക്ക് കടന്നു വരിക. അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രാക്ടീസാണ് ഇതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവന് 15 വയസ്സായാൽ, പ്രായപൂർത്തിയായാൽ, പിന്നെ അവനക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് നടന്നതുകൊണ്ട് പിന്നെ 5 വക്ത് വിടാതെ നിസ്കരിക്കാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ ഇതാരാണ് കൽപ്പിക്കേണ്ടത്, ആരാണ് അടിക്കേണ്ടത്? അവൻ്റെ ഉപ്പയും അവൻ്റെ ഉമ്മയുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. 7 വയസ്സായാൽ കൽപ്പിക്കണം,
10 വയസ്സായാൽ അടിക്കണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല അടി അടിക്കാൻ പാടില്ല, അതും ശറഹ് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മുറിയാകുന്ന രൂപത്തിലുള്ള അടി അടിക്കാൻ പാടില്ല. അവന് പേടിയുണ്ടാകുന്ന, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് എന്ന് പേടിപ്പെടുത്തുന്ന ഒരു ചെറിയൊരു അടി, അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇനി അടിച്ചാലും ഓന് ഓടിപ്പോവുക, വീട്ടിൽ നിന്ന് പോവും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ പിതാമഹൻ, അവൻ്റെ വല്ലിപ്പ, അവൻ്റെ വല്ലിമ്മ, ഇവരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി അവരുമില്ലെങ്കിൽ മരിച്ചുപോയ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വല്ലിപ്പയോ വല്ലിമ്മയോ ഒരാളെ വസിയ്യത്തായിട്ട് നിർത്തിയിട്ടുണ്ടാകും, ഒരാൾക്ക് വസിയ്യത്ത് നൽകിയിട്ടുണ്ടാകും, ഈ കുട്ടിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുണ്ടെങ്കിൽ പിന്നെ അവരുമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമല്ല, നമ്മളുടെ പ്രകടമായ ശറഈയായ എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്. ലാഹിറത്തായ എല്ലാ ശറഅകളും ഏതൊരു മുഅ്മിനീങ്ങൾക്കും ആളുകൾക്കും അറിയുന്നതായ കാര്യങ്ങൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന്, നമ്മെ പടച്ചവൻ ആരാണ്? അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത്. നമ്മളുടെ നബി ആരാണ്? നബി എവിടെയാണ് ജനിച്ചത്? എവിടെയാണ് വഫാത്തായത്? നബിയുടെ ഉമ്മ ആരാണ്? ഉപ്പ ആരാണ്? അതുപോലെ തന്നെ റമദാൻ മാസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. പിന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. നല്ല കാര്യങ്ങൾക്കൊക്കെ വലത് മുന്തിക്കലും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഇടത് മുന്തിക്കലൊക്കെ സുന്നത്താണ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ ആ കുട്ടിക്കും പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കൊണ്ട് അവനെ കൽപ്പിക്കണം. അതുപോലെ ചീത്ത കാര്യങ്ങളിൽ നിന്നും അവനെ വിരോധിക്കുകയും വേണം. മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അവനെ അടിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ റമദാൻ മാസം നോമ്പ് വന്നാൽ നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം. അവന് കഴിവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവനക്ക് കഴിവുണ്ട്, നോമ്പ് നോൽക്കാൻ കഴിയുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് തോന്നുകയാണെങ്കിൽ 7 വയസ്സായാൽ അവനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ അവന് സാധ്യമാണ് എന്ന് അറിഞ്ഞിട്ട് അവന് നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അവനെ അടിക്കുകയും വേണം. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, ശറഈയായ കാര്യങ്ങളൊക്കെ അവനക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് ആരാണ് വഹിക്കേണ്ടത്? അവനക്ക് പാരമ്പര്യമായിട്ട്, ആ ചെറിയ കുട്ടിക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സമ്പത്തുണ്ട്. അങ്ങനെ വല്ല സമ്പത്തും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് അതിനുള്ള ചിലവ് വഹിക്കപ്പെടണം. ഇനി അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ഉപ്പയുടെ മേലും, ഉപ്പക്കും സമ്പത്തില്ലെങ്കിൽ ഉമ്മയുടെ മേലും നിർബന്ധമാണ്. അപ്പോൾ അവന് മദ്രസയിൽ പഠിക്കാനുള്ള ചെലവുകൾ ഇവരാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ആണയിട്ട് പറയുകയാണ്, അടിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഓന് ചെയ്യാത്ത രൂപത്തിലുള്ള അടിയൊന്നും അടിക്കരുത്. ഒരു ഉത്ബോധനം എന്നുള്ള നിലക്ക് ഒരു ചെറിയ അടിയാണ് അടിക്കേണ്ടത്. ഇവിടെ വയറു മുബരിഹിൻ, അവന് മുറിവൊന്നും ഏൽപ്പിക്കാത്ത
ചെറിയൊരു അടിയാണ് അടിക്കേണ്ടത്. അല്ലാതെ അവൻക്കാകെ വിഷമായി പോകുന്ന നല്ല പേറൽ പേറാൻ പാടില്ല. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ പറയുന്ന അടി നമ്മളൊരു അവനെ ചെറിയൊരു രൂപത്തിലൊരു പേടിപ്പിക്കുക എന്നുള്ള രൂപത്തിലുള്ള അടിയാണ്. അല്ലാതെ അവനെ വെറുപ്പിക്കുന്ന അടി അടിക്കരുത്. ഇനി അടിച്ചത് കൊണ്ട് അവന് വേറെ വല്ല കടും കൈയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാനും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്, ലാ ലററ വലാ ദിറാറ എന്നാ പറഞ്ഞത്. ഒരാളും ഇസ്ലാമിൽ ബുദ്ധിമുട്ടേണ്ടതില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കലും ഇല്ല. ഇസ്ലാമിൽ ബുദ്ധിമുട്ട് എന്നുള്ള സംഗതിയില്ല. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അവൻക്ക് ഈ അമലുകൾ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ്. അവന് പ്രായപൂർത്തിയായാൽ അവൻക്ക് അങ്ങനെ പ്രാക്ടീസ് ഉണ്ടായാൽ അവൻക്ക് പിന്നെ അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ഒഴിവാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ഉപ്പ ഉമ്മ ഇവരെല്ലാവരും ഉത്തരവാദികളാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.